ഹായ് ഫ്രണ്ട്സ്, ഇവിടെ ഇച്ചിക്കുട്ടന് പുറത്തിരുന്ന് ഫുഡ് കൊടുക്കണ നേരത്ത് ഇവിടെ കുറേ ആൾക്കാർ വരാറുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഇച്ചുവിന് പാലും മുട്ടയൊക്കെ എടുത്ത് ഞങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഇച്ചിക്കുട്ടൻ ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല, അവന് മേല് കഴുകാൻ വേണ്ടി നിൽക്കുമായിരുന്നു കേട്ടോ. അവൻ ഉറങ്ങി നീച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ പുറത്ത് വന്നിരുന്നപ്പോൾ കുറേ ആൾക്കാർ വന്നു കേട്ടോ. ഞങ്ങളെപ്പോൾ ഫുഡ് കൊടുക്കാൻ വേണ്ടി പുറത്ത് വന്നിരുന്നാലും ഇവർ സ്ഥിര ആൾക്കാരാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ ഇച്ചു പഞ്ചസാര കട്ട് തിന്നിട്ട് ഇച്ചുവിൻ്റെ ചെറിയിലൊക്കെ പഞ്ചസാര ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരാണ് കേട്ടോ ആ ആൾക്കാർ. കുറേ ആൾക്കാരുണ്ട്. എവിടുന്നാ എങ്ങനെയെന്നൊന്നും അറിയില്ല. പുറത്തേക്ക് ഫുഡായിട്ട് വന്നു കഴിഞ്ഞാൽ മണം പിടിച്ചിട്ടാണെങ്കിലും ഇവർ ഇങ്ങനെ വരും കേട്ടോ. ഇച്ചുകുട്ടനാണെങ്കിലോ അവന് ഫുഡ് കഴിക്കാൻ മടിയായതുകൊണ്ട് അവൻ്റെ ഫുഡൊക്കെ എടുത്തിട്ട് കാക്കകൾക്ക് ഇട്ട് കൊടുക്കലാണ് കേട്ടോ. കാക്കകൾ മാത്രമല്ല, കുറേ പൂച്ചകളും കുറേ പട്ടികളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും കുഞ്ഞു കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവാറ് കണ്ടില്ലേ? വീടിൻ്റെ ഉള്ളിലോട്ടൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. ഞങ്ങൾക്ക് ആദ്യമൊക്കെ ഇത് കാണുമ്പോൾ ഭയങ്കര ദേഷ്യമായിരുന്നു, ശല്യമായിരുന്നു. പിന്നെ അത് ശീലമായി. പിന്നെ ഇച്ചുട്ടനും അത് കണ്ടിട്ട് ഫോണിൻ്റെ ആവശ്യമൊന്നുമില്ലാതെ ഫുഡ് കഴിക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ നല്ല ഇണക്കമായി. ഇവരൊക്കെ അങ്ങനെയല്ലേ, പെട്ടെന്ന് ഇണങ്ങണ സൈസല്ലേ ഈ കാക്കകളും പൂച്ചകളൊക്കെ. അങ്ങനെ വീടിൻ്റെ മുറ്റം നിറയെ കാക്കകൾ.